ഹലോ, വെൽക്കം ടു മൈ ലൈഫ്. ഇന്ന് നമ്മൾ ഐസ്ഡ് ബിസ്ക്കറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നൊരു ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് റയ്യൂന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഞാൻ ഓർത്തു ബിസ്ക്കറ്റ് ആകുമ്പോൾ പിള്ളേർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. അപ്പൊ റയ്യൂന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐസ്ഡ് ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ കൂടെ കൂട്ടുവാണെങ്കിൽ അവർക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കപ്പോൾ ഉണ്ടാക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാമോ? ഇൻഗ്രീഡിയൻസ് പ്ലെയിൻ ഫ്ലോർ നമുക്ക് 1 കപ്പ്, കാസ്റ്റർ ഷുഗർ ഒരു 1/2 കപ്പ് മിച്ചം, പിന്നെ ബട്ടർ 85 ഗ്രാം, vanilla extract, vanilla essence 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കുറച്ച് ഉപ്പ്, സോൾട്ട്, ബട്ടർ നമ്മൾ പറഞ്ഞല്ലോ 85 ഗ്രാം പറഞ്ഞില്ലേ. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരു ബൗളില്, ഇന്ന് റയ്യു ആട്ടോ ചെയ്യുന്നത്, ഞാനല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഇന്ന് റയ്യുന്റെ ഹെൽപ്പറാണ് ഞാൻ. നമുക്ക് ആദ്യം ബട്ടർ എടുത്തിട്ട് നന്നായിട്ട് അത്യാവശ്യം ആയല്ലോ, കുറച്ചുകൂടി ഉള്ളൂ. നമ്മുടെ ബട്ടർ ഏകദേശം ഒരുമാതിരി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ഇടാം. ഇവിടെ 1/2 കപ്പ് ഷുഗർ ആണ് എടുക്കുന്നത്, കാസ്റ്റർ ഷുഗർ. നമുക്ക് ഇട്ട് നോക്കാം. മിക്സ് ചെയ്തോ, ഞാൻ ഇട്ട് തരാം കുറച്ചായിട്ട്. അപ്പൊ നമ്മൾ പഞ്ചസാര എല്ലാം ഇട്ട് ഇതില്. ഇനി നമ്മുടെ ബട്ടറും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ഹാർഡല്ല, തണുപ്പായോണ്ട്. നമ്മള് ഒരു ഇൻഗ്രീഡിയന്റ് മറന്നുപോയി, മുട്ട. അതൊക്കെ ഇളക്കിയാൽ മതി കേട്ടോ. നമുക്കപ്പോ പൊടി ഇടാം. 1 കപ്പ് ഫ്ലോർ, ബേക്കിംഗ് പൗഡർ ഇടാനുണ്ട് കേട്ടോ. ഇത് പിടിച്ചേ. നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സൈഡിലത്തെ കൂടെ സ്ക്രേപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഒരു സാധനം കൂടെ വേണം, വാനില എസൻസ്. കുറച്ച് മതി നമുക്ക് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാൻ ഒഴിക്കാൻ കൂട്ടാം. മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. കിച്ചൺ ടോപ്പിലോട്ട് ഇട്ടിട്ട് നമ്മളിത് 1/2 കപ്പ് എടുത്തു കേട്ടോ. 1/2 കപ്പും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് പൊടിയെ. ഈ നമ്മുടെ ഡവ്, ബിസ്ക്കറ്റിന്റെ ഡവ് സോഫ്റ്റ് ആയിരുന്നു, അപ്പൊ പൊടി ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, 1/2 മണിക്കൂർ. ക്ലീൻ കവറിൽ പൊതിഞ്ഞിട്ട് ഞാനിപ്പോൾ ബിസ്ക്കറ്റ് ഡവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇത് നമുക്ക് ഒരു കിച്ചൺ ടോപ്പിലിട്ടിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ അത്ര കട്ടി കുറച്ചിട്ട് ചെയ്യണ്ട. ഇത് നമുക്ക് ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, പരത്തിയിട്ട്. ബിസ്ക്കറ്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കി തീർന്നു. ഇനി നമുക്ക് അതിന് ഐസിങ് ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഐസിങ് ഷുഗർ വേണം, പൊടിച്ച പഞ്ചസാര. ഞാനൊരു 3/4 കപ്പാണ് എടുക്കുന്നത്. ഒരെണ്ണം വൈറ്റ് ആണ്, ഞാൻ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല. നമുക്ക് കുറച്ച് ഡ്രോപ്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഞാനിതിൽ കളർ ചേർക്കുകയാണ്. നമുക്കിത് പതുക്കെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഞാനിവിടെ കുറച്ച് കുക്കി ഇതുപോലെ ഐസിങ് ഒക്കെ ഇട്ടിട്ട് ടോപ്പിംഗ് ഇട്ടിട്ടുണ്ട്, സ്പ്രിങ്കിൾസ്. കാണിക്കാം എങ്ങനെയാണ് ചെയ്തതെന്ന്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലോട്ട് ഒന്ന് മുക്കി ഡിപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ മോൾഡ് ഇല്ലാത്തവർ
ഇതിന് മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. നമുക്കിപ്പോൾ എന്തെങ്കിലും പാത്രത്തിൻ്റെ ഇതുപോലെ അടപ്പോ ചെറിയ അടപ്പുകളൊക്കെ കാണില്ലേ, അത് മതിയാവും. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഇവിടെ കഴിച്ചു തുടങ്ങി. ഞാൻ വീഡിയോ തലേദിവസമായിരുന്നു എടുത്തിരുന്നത്, ഐസിക്ക് പിറ്റേ ദിവസമായിട്ട്. കാരണം വീട്ടിൽ സ്കൂളിലെല്ലാം പോകേണ്ടതുകൊണ്ട് ഞാനത്തും അത് കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാമെന്ന്. നല്ല ഈസി ആയിട്ടുള്ള ബിസ്ക്കറ്റ് അല്ലായിരുന്നോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതെങ്കിൽ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഐസിക്ക് ടോപ്പിംഗ് ഒന്നും ഇടണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് മൊത്തം 30 ബിസ്ക്കറ്റാണ് കിട്ടിയത്. കുറച്ചെണ്ണത്തിൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നല്ല മധുരമുണ്ട്. ഐസിക്കൊന്നും ഇടേണ്ട കാര്യമില്ല. പിന്നെ ഒരു കളർഫുൾ ഒരു ലുക്കിന് വേണ്ടി മാത്രം ഞാൻ ഇട്ടതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ മോൾഡ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെറിയ ബോൾ ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഞാനിത് അങ്ങനെയായിരുന്നു ചെയ്തത്, കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വെച്ചതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ. ഡിസ്ലൈക്ക് ചെയ്യാല് നിങ്ങൾ കാണാൻ പറ്റില്ല. ഡിസ്ലൈക്ക് ഒന്നും ആരും ചെയ്യില്ല.